ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ട്. ഇത് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതല്ല, ഞാൻ കഷ്ടപ്പെട്ട് കരഞ്ഞിട്ട് വന്ന ഗ്ലോ ആണ്. ചില സമയത്തുണ്ടല്ലോ എന്താന്ന് പോലും അറിയാണ്ട് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ നമുക്ക് വരും. ചില ഗേൾസിന് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മിക്ക ഗേൾസിന് ചില സമയത്ത് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഫേസിലോട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. നമ്മുടെ ഉറക്കം, നമ്മുടെ ആ ഒരു ബോഡീൻ്റെ ഹോർമോണൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് അറിയെങ്കിൽ കൂടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരും. ഒരു ഭാഗത്ത് ഫേസ് ചെയ്യുന്നത് എൻ്റെ മോനാട്ടോ. സത്യം പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പം അവന് 2.5 വയസ്സായിട്ടുള്ളൂ. അവൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, ഭയങ്കര സൗണ്ടൊക്കെ ഇടുമ്പം എനിക്ക് ആക്ച്വലി ആ ഒരു ചെറിയ കാര്യത്തിൽ പോലും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആവാം, ഭയങ്കരമായിട്ട് ദേഷ്യം വരാം. ഈവൻ എൻ്റെ ഈ ഒരു ന്യൂ ബോണിൻ്റെ അടുത്ത് പോലും ഭയങ്കര ദേഷ്യം വരും കേട്ടോ, കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടാവുള്ളൂ. ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും ചിലപ്പം നമ്മളൊന്ന് ഉറക്കം മനസ്സ് തുറന്നൊന്ന് കരഞ്ഞാൽ തീരും. ഈ കരച്ചിൽ എന്ന് പറയുന്നത് അത്ര വലിയ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. കരയുന്ന ആൾക്കാർ അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരും അല്ല. നമ്മളെല്ലാ ഫീലിങ്സും, നമ്മുടെ ഇമോഷൻസും പോലുള്ള ഒരു ഇമോഷനാണ് നമ്മുടെ ഈ കരച്ചിലും സങ്കടം വരാനുള്ളത്. നമ്മളൊന്ന് റൂമിൽ ഇരുന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും. ഈ ഒരു ഫീലിങ്സ് കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ജേർണി അല്ലേ. ഈ ഒരു മദർഹുഡ് ജേർണീൻ്റെ പാർട്ടാണിത്. നമ്മൾ ഈ ഒരു ഫേസ് കടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും, ചിലർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അത് ഓരോരുത്തരെ മെൻ്റൽ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മൾ ഉള്ളു തുറന്ന് ആരുടെയും സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ഉള്ളു തുറന്ന് കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് നമ്മളിങ്ങനെ ഉള്ളിലൊതുക്കി വലിച്ച് നീട്ടി ഒരു വലിയ ബലൂണ് പോലെ ആക്കിയിട്ട് അത് ഭൂം എന്നിട്ട് പൊട്ടുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ആ ഒരു സമയത്തൊന്ന് കരഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് ജസ്റ്റ് ഒന്ന് ആരുടെയെങ്കിലും ഓപ്പൺ അപ്പ് ആയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിൽ മെയിൻ പാർട്ട് നമ്മുടെ പാരൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിനും ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ അമ്മമാരുടെ അടുത്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക. ഹസ്ബൻഡിനോടാണെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്നു പറയുക, കാര്യങ്ങൾ സംസാരിക്കുക. ആൻഡ് അവരതുപോലെ തന്നെ ഒന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക, ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഞാൻ ചെയ്ത പോലെ ഒന്ന് ജസ്റ്റ് ഉറക്കെ കരഞ്ഞാൽ മേ ബി തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഒന്ന് കരഞ്ഞിട്ട് ഇതുപോലെ ഗ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ കരയുന്നതല്ല നല്ലത്. കരയുന്നതിനെ കൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ.